ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തേത് ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. രാവിലെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ആ ഒരു ബഹളം കേൾക്കുന്നത്. ഞാനാണെങ്കിൽ രാവിലെ കുറച്ച് ജീരകവെള്ളം ഒരു ശകലം പട്ടയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലെ ഉറക്കത്തിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ജീരകവും പട്ടയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത്. ഇത് തലേ ദിവസം ഞാൻ ജീരകവും പട്ടയും കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നതാണ് ജീരകവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വയറ് കുറയും, ഉലുവ വെള്ളം കുടിച്ചാൽ വയറ് കുറയും, കറുകപ്പട്ടയിട്ട് അങ്ങനെ കുറേ വീഡിയോസ്. അതിനകത്തൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. മില്യൺ കണക്കിന് വ്യൂസൊക്കെ പോയിട്ടുണ്ട് ജീരകവെള്ളം കുടിച്ചിട്ട് തടി കുറച്ചെന്നും പറഞ്ഞ്. അങ്ങനെ ഒരു വെള്ളം കുടിച്ചിട്ട് വയറ് കുറയ്ക്കാൻ പറ്റും, അല്ലെ തടി കുറയ്ക്കാൻ പറ്റും, അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിച്ച് ഡയറ്റും നോക്കി മാക്സിമം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെത്തും. രാവിലെ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. അതിനിപ്പം ഇളം ചൂടുവെള്ളം വേണോ തണുത്ത വെള്ളം വേണോ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. രാത്രി കിടക്കുമ്പോൾ മൊത്തമുള്ള ചിന്ത രാവിലെ എഴുന്നേറ്റ് എന്തുണ്ടാക്കും എന്നുള്ളതാണ്. ദോശയുടെ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ദോശ, ഒരു ദിവസം ഇഡ്ഡലി, അതുകൊണ്ട് കഴിഞ്ഞ്. പിന്നെ പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ചെയ്ത് നോക്കാറുണ്ട് അപ്പം തോന്നുന്ന ഐഡിയ വെച്ചിട്ട്. പക്ഷെ അത് ഒന്നിൽ കൂടുതൽ തവണ വർക്കാവാറില്ല. എന്നെ സംബന്ധിച്ച് ഇവിടെ അത് ഒന്നിൽ കൂടുതൽ തവണ വർക്കാവാറേ ഇല്ല. അപ്പം അതുകൊണ്ട് കുറേ പഴം ഇരുന്ന് ചീത്തയാവുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് അധികം വെച്ചേക്കാൻ പറ്റത്തില്ല. എന്തായാലും അതൊന്ന് പുഴുങ്ങി കുറച്ച് മുട്ടയും കൂടെ പുഴുങ്ങിയെടുത്താൽ ഇന്നത്തെ രാവിലത്തെ കാര്യം ഒപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഇഡ്ഡലിത്തട്ടിനകത്തോട്ട് ഞാൻ മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുഴുങ്ങാനായിട്ട്. അതാണ് വെള്ളം തിളയ്ക്കുമ്പോൾ ആ മുട്ട വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നതിൻ്റെ ഒരു സൗണ്ടാക്കി കേൾക്കുന്നത്. എഗ് ബോയിലറുണ്ട്, പക്ഷെ അതിനകത്ത് 7 മുട്ടയെ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും ഞാനിവിടെ മക്കൾക്ക് രാവിലെ നിർബന്ധമായിട്ടും മുട്ട കൊടുക്കാറുണ്ട് കേട്ടോ. 2 മുട്ട അവർ കഴിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ 1 കഴിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും കഴിക്കാറുണ്ട്. പ്രോട്ടീൻ രാവിലെ തന്നെ കഴിക്കുന്നത് നല്ലതാണ്. എഗ്ഗ് എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ. അതായത് കഫക്കെട്ടൊന്നും വരാത്ത മക്കൾക്ക് മുട്ട കൊടുക്കുന്നത് നല്ലതാണ്. ചില കുഞ്ഞുങ്ങൾക്ക് ചെസ്റ്റിന് അലർജി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് മുട്ട കൊടുക്കുമ്പോൾ. ഞാൻ ഈ അടുത്തായിട്ടാണ് കേട്ടോ മക്കൾക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മുട്ട കൊടുക്കുന്നത്. അവർക്കിപ്പോൾ പനിയൊന്നും അങ്ങനെ വരാറില്ല. അതുകൊണ്ട് ഞാനും ഈ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ കഴിക്കുന്ന ഇതാണ്. ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി പുഴുങ്ങിയതും മുട്ടയുമാണ് ഞാനും കഴിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഏത്തയ്ക്ക പുഴുങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ പറയും അവർക്ക് പറ്റത്തില്ല കഴിക്കാൻ, മക്കൾ തീരെ അഡ്ജസ്റ്റ് ആകത്തില്ല. ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈമിലാണ് കേട്ടോ മക്കൾ ഫുഡ് കഴിക്കുന്നത്. ഇക്കാണെങ്കിൽ നേരത്തെ കഴിക്കും. 2-3 പ്രാവശ്യമായിട്ട് ചിലപ്പോൾ ചായ ഇടേണ്ടി വരും, അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഈ കിച്ചണിൽ തന്നെ നിന്ന് കറങ്ങുന്ന ഒരു ടൈമാണ് ഇപ്പോഴീ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയം. അല്ലെങ്കിൽ ഒരു ടൈമൊക്കെ കറക്റ്റാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നത്, വീഡിയോ ചെയ്യണം എന്നൊക്കെ. ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഒരു പൗഡർ, നമ്മളുടെ നട്ട്സിൻ്റെയും സീഡിൻ്റെയും പൗഡർ ഇതാണ് കേട്ടോ.
ഇതിപ്പോൾ ഏത് രീതി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യും കേട്ടോ. വെയിറ്റ് കുറയാനും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തടി കുറയുക എന്നുള്ളത്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഞാൻ ഒരുപാട് ഫുഡ് ഐറ്റങ്ങൾ എടുക്കാതിരിക്കുന്നതിന് പകരമായിട്ടാണ് ഇത് ലോ ഫാറ്റ് മിൽക്കിൽ സ്മൂത്തി ആയിട്ട് അടിച്ച് കുടിക്കുന്നത്. ഒരു റോബസ്റ്റ പഴത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരെണ്ണ വിടും. ഈ ഒരു ഫോമിലാണ് കേട്ടോ നമുക്ക് ആ പൗഡർ കിട്ടുന്നത്. നട്ട്സും സീഡും എല്ലാം കൂടെ പൊടിച്ചിട്ടുള്ളത്. വീഡിയോ ചെയ്യാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് എന്തായാലും ഞാൻ വീഡിയോ ഇടാം. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനും ഇത് നല്ലതാണ് കേട്ടോ. ഫുഡിനോടൊപ്പം തന്നെ നമ്മളിത് കുടിച്ചാൽ മതി. പിന്നെ തടി കുറയാനെന്ന് പറയുമ്പോൾ നമ്മളുടെ വിശപ്പിനെ കുറേ നേരം ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ക്രേവിങ്സ് കുറയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണമുണ്ട്. ഇത് ഓവർനൈറ്റ് ഓട്സിനകത്തൊക്കെ ഇട്ടിട്ട് കഴിച്ചാലും നല്ലതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇക്കാടെ ഒരു സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ OTGയിലൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്, അടുപ്പിൽ വെച്ചിട്ടാണ്. കല്ലിൻ്റെ ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അത് മസാല റെഡിയാക്കുന്നതിലേക്ക് വളരെ കുറച്ച് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, 1-2 പച്ചമുളക്, അതേപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഏതെങ്കിലും ഒരു മന്തി മസാലയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. മന്തിയുടെ ഫ്ലേവർ വരണമല്ലോ. മട്ടനാണ്. അപ്പം മട്ടൻ മന്തിയുടെ മസാല നമുക്ക് കിട്ടാറുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇക്കാനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുപ്പിലല്ലാതെ, അതായത് OTGയിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ചേർക്കുന്ന മന്തി മസാല. ഇതാണ്. മാർക്കറ്റിലെല്ലാം അവൈലബിളാണ്. അതുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മട്ടനകത്ത് പുരട്ടുന്ന മസാല നമ്മൾ അധികം ഒരു സാധനം വാരി വലിച്ചിട്ട് ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. പുളിക്ക് ആവശ്യമായിട്ട് ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു നുള്ള് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലും നാരങ്ങാ നീരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇത്രയും മണിക്കൂറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരത്ത് ഞങ്ങൾക്ക് വേറെ പരിപാടിയുണ്ട്. ഞങ്ങളൊരു ഫാം ഹൗസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകണം. അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, സാരമില്ല, അതൊരു സൈഡിൽ ഇരുന്ന് റെഡി ആയിക്കോളും, നമ്മളൊന്നും ചെയ്യണ്ട, പിന്നെ കുറച്ച് റൈസും വെച്ചാൽ മതിയല്ലോ. ഇതാണ് കേട്ടോ കല്ലിൻ്റെ ആ ഒരു പാത്രം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണെന്ന് തോന്നുന്നു. നാട്ടിൽ ഇപ്പം മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ അരകല്ല്, കൊത്തുകല്ലുണ്ടല്ലോ, അതാണിത്. അപ്പോൾ അതിലേക്ക് ആദ്യം ഫോയിൽ ഇറക്കി വെച്ചു, പിന്നെ ഇല വെച്ചു. അതിനുശേഷം നമ്മുടെ മട്ടൻ മസാല പുരട്ടിയത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഓയിലോ കാര്യങ്ങളോ വെള്ളമോ ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് പൊതിഞ്ഞിട്ട് 3 മണിക്കൂർ ചെറിയ തീയിൽ, നമ്മൾ ബിരിയാണിക്കൊക്കെ ഈ സൈഡിൽ ചെയ്യത്തില്ലേ, മൈദ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ആദ്യം മട്ടൻ ചെയ്തെടുത്തു, അതിനുശേഷം വേറെ റൈസ് ദം ചെയ്തെടുത്തത് കേട്ടോ. വീഡിയോ ലെങ്ത് ആയിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് കാണിക്കാഞ്ഞത്. അപ്പോൾ അത് മന്തിയുടെ ആ ഒരു മസാലയൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ റെഡിയാക്കിയാൽ ഓവനകത്ത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓണത്തിന് 2 ദിവസം സ്കൂൾ അവധി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കൂടാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് ജുബൈലിലൊരു റിസോർട്ട്. പക്ഷേ ഉമ്മയുടെ മരിപ്പൊക്കെ ആയിട്ട് നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നത് കാരണം അതിലോട്ടൊന്നും ഒരു ശ്രദ്ധ പോയിട്ടില്ലായിരുന്നു. പക്ഷേ അഡ്വാൻസ് കൊടുത്തത് കൊണ്ടിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും മാനസികമായിട്ട് കുറച്ച് ഫ്രീ ആവേണ്ട ഒരു ടൈമാണല്ലോ ഇപ്പോഴും. അങ്ങനെയാണ് മക്കളൊക്കെ ആയിട്ട് ഇന്ന് ഷെബുവിൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ കസിനുണ്ട്, വേറൊരു ഫാമിലി ഫ്രണ്ടുണ്ട്. അവരെല്ലാവരുമായിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന ആൾക്കാർ അവിടേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഓരോരുത്തരും വൈകുന്നേരത്തേക്ക് സ്നാക്സ് റെഡിയാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിന്ന് പപ്സാണ് റെഡിയാക്കുന്നത്. കുറച്ച് ആ എഗ് ബോയിലറി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് ഞാൻ ഈ പാത്രത്തിൽ വെച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഏകദേശം 35 പപ്സോളം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിനുള്ള പരിപാടിയാണ് കേട്ടോ നടക്കുന്നത്.
വെയിറ്റ് കുറയ്ക്കുന്ന കാര്യമൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. റിയാദിലും ജിദ്ദയിലും ഒക്കെയുള്ള എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന കുറച്ച് ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത്ത എങ്ങനെയാണ് ഞങ്ങളെയും കൂടെ കൂട്ടുമോ, എങ്ങനെ അതായത് ഒരു എല്ലാ വീഡിയോയിലും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുമോ, ഷോർട്ട് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ മിക്കപ്പോഴും കാണുന്നതാണില്ലേ വെയിറ്റ് ലോസ് ജേണി എന്നും പറഞ്ഞിട്ടൊക്കെ ഉള്ള സംഭവങ്ങൾ. അപ്പോൾ ഇപ്പം എന്താ പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡയറ്റോ വർക്കൗട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് വേണ്ടത്. ചില ആൾക്കാർക്ക് ഫാറ്റായിരിക്കും ലൂസ് ആവേണ്ടത്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പിന്നെ എന്താ പറയുന്നത് വയറായിരിക്കും കുറയേണ്ടത്, ചില ആൾക്കാർക്ക് വെയിറ്റ് ആയിരിക്കും കുറയേണ്ടത്. അപ്പം ചില ആൾക്കാർക്ക് ശാരീരികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും മാത്രമേ നമ്മളൊരു ഡയറ്റിലോട്ടും വർക്കൗട്ടിലോട്ടും ഒക്കെ പോകാവുള്ളൂ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസൊക്കെ നമ്മളൊരു ഡോക്ടറുമായിട്ട് സംസാരിക്കുക. അതിനുശേഷം അവർ നമ്മളോട് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റ് നോക്ക്, നിങ്ങളുടെ ഇത്ര വെയിറ്റ് കുറയണം എന്ന് പറയുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനേക്ക് മുതിരാവുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്താ പറയുന്നത്, നമ്മളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്ക് രോഗമില്ലാതെ മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് അതാണ്, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നിടത്ത് നമുക്ക് സമാധാനം സ്വസ്ഥതയും കാണും. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സമാധാനവും കാണത്തില്ല, സ്വസ്ഥതയും കാണത്തില്ല. പണ്ടുള്ളവർ പറയത്തില്ലേ, ഒന്നുമില്ലേലും അസുഖങ്ങൾ തരല്ലേ, എന്തില്ലെങ്കിലും ഞങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞോളാം എന്ന് പണ്ടുള്ളവർ പറയും. അതേ ഒരു പോളിസി തന്നെ എൻ്റെതും. നമുക്ക് അസുഖങ്ങളില്ലാതെ ഇരിക്കണം. അല്ലാതെ വിചാരിക്കും, ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഡയറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് എന്തിനാന്ന്, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ അവരെ പറഞ്ഞ് തിരുത്താനും ഒന്നും പറ്റത്തില്ല. അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള കാര്യങ്ങൾ ശരീരത്തിന് ചെയ്തു കൊടുക്കുക. ഏകദേശം 30 വയസ്സ് വരെ നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധിക്കാത്തതിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് 35 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ പ്രായം വേറൊരു രീതിയിലോട്ടാണ്, നമ്മളുടെ ജീവിതശൈലിയൊക്കെ വേറൊരു രീതിയിലോട്ടാണ്, നമ്മുടെ മൈൻഡ് സെറ്റ് വേറൊരു രീതിയിലോട്ടാണ് പോകുന്നത്. അപ്പോഴും നമുക്ക് ഒന്നും നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ അതെല്ലാം പുറത്തുനിന്ന് നമ്മളുടെ ശരീരത്തിനകത്തോട്ട് എന്താ പറയുന്നത് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. അതാണ് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രിങ്ക്സുകൾ, അതായത് ഈ സോഫ്റ്റ് ഡ്രിങ്കുകൾ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഫാറ്റുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് എന്ത് കൊടുക്കുന്നത് അതായിരിക്കും പിന്നീട് അങ്ങോട്ട് നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നത്. ചില ആൾക്കാരെ കണ്ടിട്ടില്ല, 40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് രോഗിയായിട്ട് മാറുന്നത്. ഒന്നിനും ശ്രദ്ധയില്ല, അവരുടെ ബോഡിയിൽ ശ്രദ്ധയില്ല, അവരുടെ ഒരു കാര്യങ്ങൾ എന്തിന് വസ്ത്രധാരണത്തിൽ പോലും അവർക്ക് ശ്രദ്ധയില്ല, അവർക്ക് വൃത്തിയില്ല. നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ വൃത്തി, നമ്മളുടെ വസ്ത്രധാരണം, നമ്മളുടെ ഫുഡ്, നമ്മൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മളുടെ രീതികൾ, നമ്മളുടെ ഒരു പുഞ്ചിരി, അതുവരെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം നമ്മളെ ആരോഗ്യത്തോട് മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഇൻസ്പയർ ആക്കാനായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതേ ഇത് നിങ്ങൾക്ക് ഒരിക്കലും പിന്തുടരാൻ പറ്റത്തില്ല. പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ കുറേ തവണ ഇട്ടതാണ് കേട്ടോ. അതാണ് ഞാൻ റെസിപ്പി ഒന്നും പറയാതെ പോയത്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ താണ്ട സന്ധ്യ ആയിട്ടുണ്ട്. 45 കിലോമീറ്റർ ദൂരം പോകണം. ദമാമിൽ നിന്ന് 45 കിലോമീറ്ററും ഏകദേശം ജുബൈലിനോട് അടുത്താണ് കേട്ടോ. അവിടെയാണ് ഒരു കോമ്പൗണ്ടിനകത്താണ്, വിശാലമായ ഏരിയ ആണ് കേട്ടോ. കുറേ റിസോർട്ടുകളുണ്ട്. അതിലൊന്നിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടേക്കുന്നത്. ഞങ്ങൾക്ക് മുന്നേ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് മഹരൂബാങ്കൊക്കെ വിളിച്ച് കഴിഞ്ഞ് കേട്ടോ. ഇതാണ് ആ റിസോർട്ടിനകം. നാട്ടിലെത്തിപ്പെട്ട ഒരു ഫീലായിരുന്നു. ഇതാണ് ഒരു മജ്ലിസ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, ഒരു കിച്ചണുണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നിട്ട് കുക്ക് ചെയ്യുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം. ഞങ്ങളിവിടെ വന്ന് മഗ്‌രിബൊക്കെ നമസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ പിടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ടോട്ടോ കയറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് പൂൾ ഏരിയ ആണ്, പ്രൈവറ്റ് പൂളാണ്. പക്ഷെ അത് വളരെ ചെറുതാണ്. സാധാരണ നമ്മൾ എടുക്കുമ്പോൾ വലിയ പൂളാണ് ഉണ്ടാവാറുള്ളത്, പക്ഷെ ഇവിടുത്തെ പൂള് കുറച്ച് ചെറുതായിരുന്നു. പ്ലേ ഏരിയ ഉണ്ട്, നമുക്ക് പുറത്തിരിക്കാനുള്ള സ്ഥലമുണ്ട്. എന്താ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മളങ്ങനെ പോയിരിക്കും, പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ. ഇതും ഒരു കിച്ചണും ഡൈനിങ്ങും ഒരു വിസിറ്റിംഗ് റൂമും എല്ലാം കൂടെ ഉള്ള ഒരു ഏരിയ ആണ്.
അപ്പം ഇനി മഗ്‌രിബൊക്കെ നമസ്കരിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ ചായയുടെ ടൈം ആയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. ഇതുവരെ ബേക്കറിന്റെ ഒക്കെ മാതിരിയാണല്ലോ. ഞാൻ മധുരമിടാത്ത ചായ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മധുരമിടാത്ത ചായയും പപ്സും ആയിരുന്നു. ഒരു പപ്സും ആയിരുന്നു എൻ്റെ രാത്രിയിലത്തെ ഫുഡ്. ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞ് 6:30 ആയപ്പോഴത്തേക്ക് അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മിട്ടുമോൻ എവിടെ പോയാലും എത്ര കളിയാണെങ്കിലും അവൻ നമസ്കാരം മുടക്കാറേ ഇല്ല. അൽഹംദുലില്ലാ, നല്ല ശീലമാണത്. നമ്മൾ അങ്ങോട്ട് കുട്ടുവിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് തവണ പറയണം, കുട്ടു ബാങ്ക് വിളിച്ച് നമസ്കരിക്കുക. പക്ഷേ ഇത് അവനോട് പറയേണ്ട ആവശ്യമേ ഇല്ല. അവനത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ആളിനും ചെറിയ മടിയുണ്ട് കേട്ടോ, എങ്കിലും ഉന്തിത്തള്ളി ഞാനത് ചെയ്യിപ്പിക്കും. അപ്പോൾ കളിയുടെ ഇടയിലാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 10:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജുബൈലിൽ നിന്നാണ് വാങ്ങിയത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട് ഷെറിൻ്റെ ബ്രദർ ജുബൈലിലാണ്. അപ്പം പുള്ളിയാണ് വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നത്. ഗ്രില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വെളിയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും നിങ്ങൾക്കറിയാം ഗ്രില്ല് ചെയ്യലാണ് പതിവ്. പക്ഷേ ഇന്നത്തെ ദിവസം കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ കാര്യങ്ങളൊക്കെ പറയാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ നേരം വെളുക്കാറായപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ദാണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.